ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിപ്പോൾ വീണ്ടും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഓട്സിൻ്റെ ദോശയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല സിമ്പിളായിട്ടും പെർഫെക്റ്റ് ആയിട്ടും ഇതെങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഓട്സ് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 3/4 കപ്പോളം വൈറ്റ് ഓട്സ് എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഓട്സ് വറുത്തിട്ടൊന്നുമില്ല കേട്ടോ, പച്ചയിൽ തന്നെയാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പം നല്ല ഫൈനായിട്ട് നമുക്കിത് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതാ ഓട്സൊക്കെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാർ എടുത്തിട്ട് പൊടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ, പച്ചയിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ തോലൊക്കെ റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ആ ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഈ തേങ്ങയും കൂടെ ആഡ് ചെയ്തിട്ട് ദോശ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തേങ്ങ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം തേങ്ങയാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2.5 ടീസ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മാക്സിമം മൈദ ഒഴിവാക്കാനായിട്ടാണ് കേട്ടോ നോക്കേണ്ടത്. ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അതുപോലെ മിക്സാക്കിയതിന് ശേഷം അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം കൂടി പോവാതെ അരച്ചെടുക്കുക. അപ്പോഴാണ് ആ ഉരുളക്കിഴങ്ങൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ അരഞ്ഞ് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതൊരു ബാറ്ററി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി വേണം കേട്ടോ ഇതിൻ്റെ ബാറ്റർ ഉണ്ടാവാൻ. അപ്പോൾ ബാറ്റർ തിക്നെസ് ഓവറായി കഴിഞ്ഞാലും നമുക്ക് കറക്റ്റായിട്ട് തന്നെ ദോശ ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് തന്നെ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓപ്ഷണലാണ്. ചേർത്ത് കൊടുത്താൽ കഴിക്കുന്ന സമയത്ത് ചെറിയൊരു ഫ്ലേവർ കിട്ടും, അതിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ അത് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഉള്ളി, തക്കാളി, മല്ലിയില അതൊക്കെ വേണമെങ്കിലും നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമുക്കിപ്പോൾ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ അതാണ് നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ഇതുപോലെ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല തിന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ പാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബാറ്റർ ഒഴിച്ച് കൊടുക്കാൻ. ഇനിയിപ്പോൾ ഇത് ഒരു 10 സെക്കൻഡോളം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാനായിട്ട്. അടച്ച് വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അടച്ച് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അതിനുശേഷം വേണം ഇത് മറിച്ചിട്ട് കൊടുക്കാൻ. പിന്നെ ഓട്സിൻ്റെ ദോശ റെഡിയാക്കി എടുക്കുമ്പോൾ ആ ഒരു ബാറ്ററിൻ്റെ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി ശ്രദ്ധിക്കുക. അത്യാവശ്യം ലൂസ് പരുവത്തിൽ തന്നെ വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. അതുപോലെ തന്നെ പാനിൻ്റെ ചൂട്, ഓവർ ചൂടായിട്ടുള്ള പാനിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അത് ചുറ്റിച്ചെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബാറ്റർ ഒഴിച്ച് കൊടുക്കാൻ. അതും നന്നായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബാറ്റർ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് ടൈം, അത്യാവശ്യം കുറച്ച് ടൈം എടുക്കും അതൊന്ന് വെന്ത് ഒന്ന് ഡ്രൈ ആയിട്ട് വരാൻ. നമ്മുടെ സാധാ ഉഴുന്ന് ദോശയുടെയും ഗോതമ്പ് ദോശയുടെയും പോലെയല്ല, അത്യാവശ്യം ടൈം എടുക്കും ഓട്സിൻ്റെ ദോശയൊന്ന് മൊരിഞ്ഞ് വരാൻ. അപ്പോൾ ആ ഒരു ടൈം അതിന് കൊടുക്കുക. അതിന് ശേഷം വേണം അത് മറിച്ചിട്ട് കൊടുക്കാൻ. നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുത്ത് പെട്ടെന്ന് തന്നെ അത് മറിച്ചിട്ട് കൊടുക്കാനൊന്നും നോക്കരുത്. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് ഓട്സ് വെച്ച് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഞാനിപ്പോൾ രണ്ടാമത്തെ ദോശയിലേക്ക് ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് മുട്ടയിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മുട്ട ദോശ പോലെ റെഡിയാക്കി എടുക്കുകയാണ്.
ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉള്ളി, തക്കാളി, ക്യാപ്സിക്കം, മല്ലിയില അതൊക്കെ ചെറിയതാക്കി ചോപ്പ് ചെയ്തിട്ട് വേണമെങ്കിലും അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. നല്ല ടേസ്റ്റാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അതുപോലെ തന്നെ ചീസൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലൊക്കെ ഇടുകയാണെങ്കിൽ നല്ല റിച്ചായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു ദോശയാണ്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ടൈം അതിന് കൊടുക്കുക, അതൊന്ന് മൊരിഞ്ഞ് വരാനുള്ള ടൈം കൊടുക്കുക എന്ന് വിചാരിച്ച് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നും ചെയ്തെടുക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകത്തേ ഉള്ളൂ, മൊരിഞ്ഞ് വരില്ല. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ദോശ മൊത്തമായിട്ട് തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ചൂടോട് കൂടെ തന്നെ കഴിക്കാനും ശ്രദ്ധിക്കുക. ചൂടാറിക്കഴിഞ്ഞാൽ ഓട്സിൻ്റെ ദോശ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ചൂടോട് കൂടെ തന്നെ കഴിക്കാനും ശ്രദ്ധിക്കുക. ഇതുപോലെ മുട്ടയൊക്കെ ഒഴിച്ചതാകുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ വേറൊരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമൊന്നുമില്ല. വേറെ കൂട്ടാനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് തനിയെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ദോശയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാനൊരു ഓട്സിൻ്റെ ദോശയുടെ റെസിപ്പി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻ്റായിട്ട് അതിൻ്റെ ലിങ്ക് കൊടുക്കുക, ഒന്ന് കണ്ടു നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.